അടുത്ത പ്രൂഫ് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് പ്രൂഫ്. അപ്പോൾ പ്രൂഫ് നോക്കാം. ഈ പടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പടം നല്ല വൃത്തിയായിട്ട് തന്നെ വരയ്ക്കണം. ഞാൻ പറഞ്ഞില്ലേ, കളർ പെൻസിലുകളോ കളർ പേനകളോ ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. നോക്കിക്കോ. ഇപ്പോൾ സിമ്പിളായിട്ടാണ് നമ്മളെ പ്രൂഫ് വളരെ സിമ്പിളാണ്. ഒന്നുമില്ല, വെറും സിമ്പിളായിട്ടുള്ള പ്രൂഫാണ്. നോക്കിക്കോളൂ. ഒരു പോസിറ്റീവ് ചാർജ് സാറ് എയറിൽ എടുത്തു വെച്ചു. എയറിൽ ഒരു പോസിറ്റീവ് ചാർജ് പ്ലേസ് ചെയ്തിരിക്കുക. എന്നിട്ട് സാറ് ഈ പോസിറ്റീവ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണല്ലോ നമുക്ക് കാണേണ്ടത്. ഈ പോസിറ്റീവ് ചാർജ് സെൻറ്റർ ആക്കിക്കൊണ്ട് സാർ ഒരു സ്പിയർ കൺസിഡർ ചെയ്യുകയാണ്. Okay, I am considering a sphere and the plus q is at the center of the sphere. Okay, and you know the distance is small r. Small r ആണ് ഡിസ്റ്റൻസ്, റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. ഈ പി എന്ന് പറയുന്ന പോയിന്റാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്, അല്ലേ? ഇനി സാറ് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോണം. ഈ പി എന്ന് പറയുന്ന അവിടെ ഒരു കുഞ്ഞ് സർഫസ് ഉണ്ടല്ലോ, ഒരു ചെറിയൊരു സർഫസ്. ആ സർഫസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനല്ലേ സർഫസിൻ്റെ ഡയറക്ഷൻ ഡി എസ്. സർഫസിൻ്റെ ഡി എസ് വെക്റ്റർ ഡയറക്ഷൻ ഇങ്ങനെയാണ് ആ സർഫസിൽ. ഇത് പോസിറ്റീവ് ചാർജ് അല്ലേ? പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്നല്ലേ സാറ് പഠിപ്പിച്ചത്, അല്ലേ? അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അങ്ങോട്ട്, അല്ലേ? അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ്, ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ഡി എസിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഒരേ കണക്ക് തന്നെയാണ്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇത് പോയിന്റ് ചാർജാണ് ക്യൂ, അല്ലേ? അപ്പോൾ സാർ എഴുതാൻ പോകുന്ന പോയിന്റ് നോക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു ക്യൂ മൂലം പിയിൽ എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് മുമ്പേ പഠിച്ച ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1, ശരിയല്ലേ? ഇനി ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇക്ക് പകരം 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി എസ്. ഇക്ക് പകരം സാറ് 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ഇട്ടു. ഡി എസ് പകരം ഡി എസ് എന്ന് പറയുന്ന സാധനത്തിന് വരെ അതേ കണക്ക് ഡി എസ് ഇട്ട് കൊടുത്തു. റേഡിയസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ള റേഡിയസും ഇങ്ങോട്ടുള്ള റേഡിയസ് എങ്ങോട്ടുള്ള റേഡിയസ് ആയാലും എന്ത് തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആണ്. ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണല്ലോ, അതിന് മാറ്റം ഉണ്ടാകത്തില്ലല്ലോ. 1/4πε0 ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന Q/4πε0 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഇനി വെളിയിലെടുക്കാം. 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ. ഈ ക്യൂ ബൈ ആർ സ്ക്വയർ ഇത്രയും സാധനം കോൺസ്റ്റൻ്റാണ്. ഇൻ്റഗ്രൽ ഡി എസ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് നോക്കൂ, സ്പിയർ ആണ്. സ്പിയറിൻ്റെ ഒരു പോയിന്റ് ആണ് ഏത്, ഡി എസ്. സ്പിയറിൻ്റെ ഒരു പോയിന്റ്. സാർ ഒരു നാരങ്ങ എടുത്തു, നാരങ്ങ എടുത്തിട്ട് ആ നാരങ്ങയുടെ മുകളിൽ
ഒരു റെഡ് പേന കൊണ്ട് ഒരു ചെറിയ ഒരു വട്ടം വരച്ചു, ഒരു കുത്തിട്ട് കൊടുത്തു, അതാണിത് ഡി എസ് എങ്കിൽ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് എന്തായിരിക്കും? ഇവിടെ സാറിന് എത്ര കുത്തിടാം? ഈ സർഫസിൽ നിറച്ച് അടുക്കി 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 കുത്തിട്ടൂടെ? ഇടാം. നാരങ്ങയുടെ മുകളിൽ സാറ് ചുവന്ന കുത്തിട്ടു, അതേ കണക്ക് എത്ര കുത്തിടാം? ആ നാരങ്ങ മുഴുവൻ പൊതിഞ്ഞ് 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 നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കുത്തിടാം. ആ കുത്തുകൾ എന്തിന് തുല്യമായിരിക്കും? ഈ നാരങ്ങയുടെ സർഫസ് ഏരിയയ്ക്ക് തുല്യമായിരിക്കും, ശരിയല്ലേ? അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് അല്ലേ? അങ്ങനെ സാറിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മൊത്തവും ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കുത്തിങ്ങനെ ഇടാം. കുത്തിങ്ങനെ ഇട്ട് കുത്തിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് മൊത്തവും എന്ത് ചെയ്യും? സർഫസ് ഏരിയ മൊത്തവും സാറിന് കവർ ചെയ്യാൻ പറ്റും, അല്ലേ? അങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറും? 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ? 4πr². ശരിയല്ലേ? 4πയും 4πയും ക്യാൻസൽ ചെയ്ത് ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താ ഉണ്ട്? 1/ε0 ഇൻറ്റു ക്യൂ ഉണ്ടോ? ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഹെൻസ് പ്രൂവ്ഡ്. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, അല്ലേ? അപ്പോൾ എന്താണ് ഗോസ് തിയറത്തിൻ്റെ പ്രൂഫ്? ഒരു പോസിറ്റീവ് ചാർജ് വയ്ക്കുന്നു, പോസിറ്റീവ് ചാർജ് സെൻറ്റർ ആകത്തക്ക വിധത്തിൽ ഒരു സ്പിയർ കൺസിഡർ ചെയ്യുന്നു. പോസിറ്റീവ് ചാർജ് സെൻറ്റർ ആകത്തക്ക വിധത്തിൽ സ്പിയർ കൺസിഡർ ചെയ്യുന്നു. സ്പിയർ കൺസിഡർ ചെയ്യാൻ കാരണം സ്പിയർ ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. എന്നിട്ട് സാറ് ആർ ഡിസ്റ്റൻസിൽ പി എന്ന് പറയുന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ വെക്റ്റർ, ഏരിയൽ വെക്റ്റർ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അത് സാറ് വരച്ചു. പോസിറ്റീവ് ചാർജ് വരയ്ക്കുമ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് എവയാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡി എസ് ഒരേ. ഇപ്പം നിങ്ങൾ എവിടെ വരച്ചാലും ഇത് കണക്ക് തന്നെ കേട്ടോ. ഇവിടെ വരച്ചാൽ ഡി എസ് ഇങ്ങോട്ടാ, അപ്പോൾ ഇവിടെ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ട് തന്നെയാണ് കണ്ടോ? ഇപ്പം നിങ്ങൾക്ക് എവിടെ വരച്ചാലും ഇത് കണക്ക് തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് ഈ 1/4πε0/q/r² എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് പറയാനുള്ള കാരണം. ആറ് റേഡിയസ് എല്ലാം ഇപ്പോഴും സെയിം അല്ലേടേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എവിടെ വരച്ചാലും ഇത് കണക്ക് തന്നെ വരും. മനസ്സിലായോ പറഞ്ഞത്? ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഇവിടുന്ന് ഇപ്പം സാറിന് ഇപ്പോൾ സൗകര്യവും ഇഷ്ടവും അതേ കണക്ക് തന്നെ കാണാനൊരു ഭംഗിയും ഇവിടെ ആയതുകൊണ്ടാണ് സാറിങ്ങനെ വരച്ചത്. നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും വരച്ചാലും എല്ലാ കൺസെപ്റ്റും ഒരേ കണക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ 1/4πε0 ഇൻറ്റു q/r² ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആർ ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു q/r². സാധാ ഇട്ട് കൊടുത്തു. ഇനി ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് 1/ε0 ഇൻറ്റു ക്യൂ എന്നല്ലേ തെളിയിക്കേണ്ടത്. അപ്പോൾ നോക്കാം. ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ 1/4πε0 ഇൻറ്റു q/r² ഇൻറ്റു ഡി എസ്. 1/4πε0 into q/r² is always constant. So we are going to integrate the ds. Integration ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്പിയറിൻ്റെ സർഫസിലല്ലേ ഒരു പോയിന്റ് എടുത്തത്. അങ്ങനെ എത്ര പോയിന്റ് എടുക്കാം ആ സർഫസിൽ? ഇന്യൂമറസ് അല്ലേ, കുറേ പോയിന്റ് എടുക്കാം. ആ പോയിന്റുകളെല്ലാം കൂടെ എടുക്കുമ്പോൾ ആ സർഫസ് എന്ത് ചെയ്യും? പൊതിഞ്ഞ് വെക്കും അല്ലേ, പൊതിയും. അങ്ങനെ സർഫസ് പൊതിയുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? സർഫസ് ഏരിയ. ആ സർഫസ് ഏരിയ എന്താണ് സ്പിയറിൻ്റെത്? 4πr². 4πയും വെട്ടിപ്പോയി, r² വെട്ടിപ്പോയി. നമുക്ക് അവസാനം കിട്ടുന്നത് 1/ε0 ഇൻറ്റു q ആയിരിക്കും. സോ ഹെൻസ് ദ പ്രൂഫ് E dot ds is equal to 1/ε0 into q. Okay.